ഡിസ്ക് ബൾജിന്റെ ലക്ഷണങ്ങൾ പറയുമ്പോൾ അതിൽ പ്രധാനപ്പെട്ടത് നടുവേദനയും കഴുത്തുവേദനയും തന്നെയാണ്. കൂടാതെ കൈകളിലേക്കും കാലുകളിലേക്കും പെരുപ്പ് അനുഭവപ്പെടുക, പെയിൻ റേഡിയേറ്റ് ചെയ്ത് വരിക, ചിലപ്പോൾ ഷോൾഡറിലും പെയിൻ അനുഭവപ്പെടാറുണ്ട്. അതുപോലെ കുനിഞ്ഞിട്ട് നിവരാനുള്ള ബുദ്ധിമുട്ട്, കുറേ സമയം ഇരിക്കുമ്പോഴുള്ള വേദന, നടക്കുമ്പോൾ വേദന, സ്റ്റെപ്പ് കയറുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ട്, ലോങ് ഡ്രൈവ് ചെയ്യുമ്പോൾ തിരിച്ച് സീറ്റിൽ നിന്ന് ഇറങ്ങാനായിട്ടൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുക, വെയിറ്റ് ലിഫ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ നടുവിലൊരു കൊളുത്തി പിടിക്കൽ പോലെ അല്ലെങ്കിൽ ഷോക്ക് അടിക്കുന്ന പോലെ ഒരു ഫീല്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ലക്ഷണമാണ് സിവിയർ ആയിട്ടുള്ള തലവേദന. പലരും മൈഗ്രെയിൻ ആണെന്നൊക്കെ തെറ്റിദ്ധരിക്കാറുണ്ട്. പെയിൻ കില്ലർ കഴിച്ചിട്ടൊന്നും മാറാത്ത തലവേദന, ഓവർ സ്ട്രെയിൻ ചെയ്യുമ്പോഴും കുഞ്ഞിരുന്ന് വായിക്കുമ്പോഴും കുറേ സമയം മൊബൈൽ നോക്കുമ്പോഴും ഒക്കെ സിവിയർ ആയിട്ടൊരു തലവേദന അനുഭവപ്പെടും. ഈ ഒരു ലക്ഷണം സെർവിക്കൽ ഡിസ്ക് ബൾജിന്റെ, അതായത് നെക്കിന്റെ ഡിസ്ക് ബൾജ് ആകുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണെന്ന് പലരും തിരിച്ചറിയാതെ പോകുന്നുണ്ട്. ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ വരുമ്പോൾ എല്ലാം അത് ഡിസ്ക് ബൾജ് ആണെന്ന് പറയാൻ പറ്റില്ല. എല്ലാ നടുവേദനയും എല്ലാം കഴുത്തുവേദനയും ഡിസ്ക് ബൾജ് അല്ല. എന്നാൽ ഈ ലക്ഷണങ്ങൾ ഉള്ളപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, കറക്റ്റായിട്ടൊരു ഡയഗ്നോസിൽ എത്താനായിട്ട് ശ്രദ്ധിക്കണം.